സൂറത്ത് യാസീൻ ഖുർആൻ്റെ ഹൃദയമെന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ള അധ്യായങ്ങളെക്കാളെല്ലാം യാസീൻ എന്ന അധ്യായത്തിന് ഇത്ര പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? എന്തൊക്കെ അത്ഭുതങ്ങളാണ് അതിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളിന്ന് നോക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാറുണ്ട്. എവിടെ നിന്ന് നാം വന്നു? എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ മണ്ണിൽ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടു. അതാണ് സൂറത്ത് യാസീൻ. ഇന്ന് നമ്മൾ പോകുന്നത് കാലങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്കും പ്രപഞ്ചത്തിൻ്റെ അദൃശ്യമായ രഹസ്യങ്ങളിലേക്കുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്യ എന്നൊരു നഗരമുണ്ടായിരുന്നു. അവിടേക്ക് അള്ളാഹു 2 ദൂതന്മാരെ അയച്ചു. അവർ പറഞ്ഞു, ഒരേ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക. എന്നാൽ നഗരവാസികൾ അവരെ പരിഹസിച്ചു. അള്ളാഹു മൂന്നാമതൊരാളെ കൂടെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി. എന്നാൽ നഗരമാകെ പ്രക്ഷുബ്ധമായി. ആ സമയത്താണ് നഗരത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ ഓടി വരുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജനതയെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടരുക. അവർ നിങ്ങളോട് പ്രതിഫലം യാതൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. പക്ഷേ ജനക്കൂട്ടം അദ്ദേഹത്തെ വളഞ്ഞു. അവർ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചു. മരണം മുന്നിൽ കണ്ട നിമിഷം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുത്തു. ഹബീബ് നജ്ജാർ എന്ന ആ വ്യക്തി മരിക്കുമ്പോഴും പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എൻ്റെ ജനത ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ. സ്വന്തം ജീവൻ എടുത്തവരോട് പോലും കാരുണ്യം കാണിച്ച ആ വലിയ മനസ്സിനെയാണ് യാസീൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹബീബ് നജ്ജാറിൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ഖുർആൻ നമ്മുടെ ശ്രദ്ധ പ്രപഞ്ചത്തിലേക്ക് തിരിക്കുകയാണ്. നോക്കൂ, ഉണങ്ങിക്കരിഞ്ഞ ഭൂമി ഒരു തുള്ളി മഴ പെയ്യുമ്പോൾ അത് ജീവൻ വയ്ക്കുന്നു. ഈ അത്ഭുതം നിത്യവും നാം കാണുന്നതല്ലേ? സൂര്യനെ നോക്കൂ, അത് വെറുതെ നിൽക്കുകയല്ല. തനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് അത് പ്രയാണം ചെയ്യുകയാണ്. യാസീൻ 38. ശാസ്ത്രം എന്ന് പറയുന്ന സോളാർ അപെക്സ് എന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സൂര്യൻ്റെ ഈ ഓട്ടം യാസീൻ പണ്ടേ പറഞ്ഞു തന്നിരുന്നു. ചന്ദ്രന്റെ വികാസവും തളർച്ചയും, രാവും പകലും പരസ്പരം മറികടക്കാതെ ഒഴുകുന്ന ആ കൃത്യത, ഇതെല്ലാം വെറുമൊരു ആകസ്മികതയാണ് അല്ല, ഇതെല്ലാം ഒരു മഹാശക്തിയുടെ ആസൂത്രണമാണ്. യാസീനിലെ 36-ാം വചനം ശ്രദ്ധിക്കുക. സസ്യങ്ങളിലും മനുഷ്യരിലും നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിലും ജോഡികളെ സൃഷ്ടിച്ചുവെന്ന് അള്ളാഹു പറയുന്നുണ്ട്. പണ്ട് മനുഷ്യർ കരുതിയിരുന്നത് ആണിനും പെണ്ണിനും മാത്രമേ ജോഡികളുള്ളൂ എന്നാണ്. എന്നാൽ ഇന്ന് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ മുതൽ പ്രപഞ്ചത്തിലെ മാറ്റർ ആന്റി മാറ്റർ ജോഡികളെ വരെ ശാസ്ത്രം കണ്ടെത്തുമ്പോൾ യാസീൻ എന്ന അത്ഭുതം വീണ്ടും തെളിയുകയാണ്. ഒരിക്കൽ ഒരാൾ ഒരു ദ്രവിച്ച എല്ലുമായി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അത് പൊടിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു: ഇതിനെ ഇനി ആരാണ് പുനർജീവിപ്പിക്കുക? അള്ളാഹുവിൻ്റെ മറുപടി ശാന്തമായിരുന്നു: ആദ്യമായി അതിനെ ഉണ്ടാക്കിയവൻ ആരോ അവൻ തന്നെ അതിനെ രണ്ടാമതും ഉണ്ടാക്കുമെന്നതായിരുന്നു. ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവന് മണ്ണടിഞ്ഞ് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പ്രയാസമുണ്ടോ? പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്നവന് നിനക്ക് വീണ്ടും ജീവൻ നൽകാൻ കഴിയില്ലേ എന്ന് യാസീൻ ചോദിച്ചു. സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് ഒരു വലിയ പ്രഖ്യാപനത്തോടെ കൂടിയാണ്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസം മാത്രമേ അതിന് ഉണ്ടാകുന്നുള്ളൂ. ഇതിൻ്റെ 2ാം ഭാഗം ആരംഭിക്കുന്നത് അന്ത്യവിധിയെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പുകളോടുകൂടിയാണ്. യാസീൻ നമുക്ക് മുമ്പിൽ 2 വിഭാഗം ആളുകളെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് സത്യത്തെ നിഷേധിച്ചവർ. അവരോട് അള്ളാഹു അന്ന് പറയും, കുറ്റവാളികളെ, നിങ്ങൾ ഇന്ന് വേർതിരിഞ്ഞു നിൽക്കുക എന്ന്. എന്നാൽ മറുഭാഗത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവർ സ്വർഗപ്പൂന്തോപ്പുകളിൽ സന്തോഷപൂർവ്വം ഇരിക്കുന്നുണ്ടാകും. അവർക്ക് അവിടെ ഇച്ഛിക്കുന്നതെല്ലാം ലഭിക്കും. സമാധാനത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൽ നിന്ന് സലാം എന്ന അഭിവാദ്യമാണ് അവരെ വരവേൽക്കുക. ആ സലാം കേൾക്കുമ്പോഴുള്ള ഒരു വിശ്വാസിയുടെ ആനന്ദം എത്ര വലുതായിരിക്കും! സൂറത്ത് യാസീനിലെ ഏറ്റവും വിറപ്പിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ് യാസീനിലെ 65. അന്ന് നാം അവരുടെ വായകൾ മുദ്ര വയ്ക്കും. പകരം അവരുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷ്യം പറയുകയും ചെയ്യും. നാം ചെയ്ത ഓരോ പ്രവൃത്തിയും നമ്മുടെ ശരീരഭാഗങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ പോലും അന്ന് വെളിച്ചത്ത് വരും. നമ്മുടെ വായല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളാണ് അന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുക. ജീവിതത്തിൽ സത്യസന്ധത പുലർത്താനുള്ള ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണിത്. യാസീൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു നൽകാൻ ആർക്കാണ് സാധിക്കുക? ഖുർആൻ നൽകുന്ന ഉദാഹരണം നോക്കൂ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾ തീയുണ്ടാക്കുന്നു.
പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ആ ഊർജമാണ് തീയായി പുറത്തു വരുന്നത്. നശിച്ച വസ്തുവിൽ നിന്ന് ഊർജവും വെളിച്ചവും പുറത്തുവിടാൻ സാധിക്കുന്ന അള്ളാഹുവിന് മണ്ണടിഞ്ഞ മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ പ്രയാസമില്ല. ഇത് കേവലം വിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുടെ നിയമമാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. വീഡിയോയുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് നമ്മൾ യാസീൻ പാരായണം ചെയ്യുന്നത്? ഹൃദയത്തിലെ പേടി നീക്കാനും മനോവിഷമങ്ങൾ അകറ്റാനും യാസീൻ ഒരു ഔഷധമാണെന്ന് പ്രവാചകൻ പറയുന്നു. എൻ്റെ ഓരോ അനുയായിയുടെയും ഹൃദയത്തിൽ യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ വീട്ടിലെ മരിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ഊർജമായി ഈ അധ്യായത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഓരോ വചനവും പടച്ചവനുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല. സൂറത്ത് യാസീൻ എന്ന അധ്യായം ഒരു മഹാസമുദ്രമാണ്. നമ്മൾ ഇന്ന് കണ്ടത് അതിലെ ഏതാനും തുള്ളികൾ മാത്രമാണ്. സർവാധിപത്യം കൈയാളുന്നവനും സകലതും അവനിലേക്ക് മടങ്ങുന്നവനുമായ ആ ഏകദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.